അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. പ്രിയമുള്ളവരെ, 2016 ഒക്ടോബർ 16 തീയതി കീഴ്ശ്ശേരി മുണ്ടംപറമ്പിൽ നൂരിഷാ ത്വരീഖത്തിനെതിരെ സംഘടിപ്പിക്കപ്പെട്ട സമസ്ത ആദർശ വിശദീകരണ സമ്മേളനത്തിലേക്ക് സംസാരിക്കാൻ സമയം അനുവദിക്കാമെന്ന് പറഞ്ഞ് സ്ഥലത്തെ നൂരിഷാ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടവരെ പ്രത്യേകം നോട്ടീസ് നൽകി ക്ഷണിക്കുകയുണ്ടായി. തദടിസ്ഥാനത്തിൽ പരിപാടിക്കെത്തിയെങ്കിലും സംസാരിക്കുവാനുള്ള അനുമതി വേദിയിൽ നിന്ന് നൽകുകയുണ്ടായില്ല. പ്രസ്തുത സംഭവത്തിന്റെ നിജസ്ഥിതി എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1974 മുതൽ നൂരിഷാ ത്വരീഖത്തിൽ നിന്ന് പൊതുജനം അകലം പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്ത സമസ്ത നൂരിഷാ ത്വരീഖത്തിനെതിരെ ഉന്നയിച്ച പ്രധാന വിമർശനം ദാത്തിയായ മഅയ്യത്തായിരുന്നു, അഥവാ അള്ളാഹു കൂടെയുണ്ടെന്ന വിശ്വാസം. സിഫത്തുകൾ അഥവാ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് അള്ളാഹു സൃഷ്ടിയുടെ കൂടെയുള്ളത് എന്നുതന്നെയാണ് 10/16/2016 വരെ സമസ്ത വാദിച്ചുകൊണ്ടിരുന്നത്. സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനത്തിൽ സമസ്ത മുഷാവറാംഗം ഹൈദർ ഫൈസി പനങ്ങാങ്കരയുടെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് ഉള്ള മഅയ്യത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും ഹുവമാക്കും ഐനമാക്കും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ഈ ഖുർആൻ വാക്യം കൊണ്ട് അവരുദ്ദേശിക്കുന്നതെന്താ? അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത് തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന, അതാണ് നൂരിഷാ ത്വരീഖത്തുകാർ വിശദീകരിക്കുന്നത്. ദാത്തിയായ മഅയ്യത്ത്, അള്ളാഹു അവന്റെ സത്ത കൊണ്ട് തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇങ്ങനെ തെറ്റായ ഒരു വിശ്വാസം, ഈ സത്ത കൊണ്ടുള്ള ഈ മഅയ്യത്ത് എന്ന് പറയുന്നത് അതിവിടെ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരാ. വഹുവമാക്കും ഐനമാക്കും എന്ന് പറഞ്ഞാൽ ഐബിൽ ഇൽമി വൽ ഖുദ്റത്തി എന്ന, ഐബിൽ ഇൽമി വൽ ഖുദ്റത്തി, അറിവുകൊണ്ടും കഴിവുകൊണ്ടും അല്ലാഹു തആല നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം. എന്നല്ലാതെ അല്ലാഹുവിന്റെ ദാത്ത് നമ്മോടൊപ്പമുണ്ട് എന്നത് തെറ്റായ വാദമാണ്. ഇതേ വിഷയം 42 കൊല്ലമായി പല വേദികളിലും പേജുകളിലും സമസ്ത അസന്നിഗ്ധമായി വാദിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. സമസ്തയുടെ കീഴിൽ മുണ്ടംപറമ്പിൽ നടന്ന ആദർശ വിശദീകരണ സമ്മേളനത്തിലെ സംശയ നിവാരണ വേളയിൽ ചോദ്യകർത്താവിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനിടെ നിർബന്ധിത സാഹചര്യത്തിൽ മഅയ്യത്തുദാത്തിനെ അംഗീകരിക്കേണ്ടി വന്നത് ഒന്ന് കേട്ടുനോക്കൂ. പി.എ. മുഹമ്മദ് ബാഖവിയുടെ വാക്കുകളിലേക്ക് ദാത്തിയായ മഅയ്യത്ത് എന്ന ഒന്ന് ഉണ്ട് എന്ന് പല മശായിഖന്മാരുടെ ഇബാറത്തുകളിലും ഉണ്ട്. മഅയ്യത്തു ദാത്തിയ എന്ന ഒന്ന് ഉണ്ട് എന്ന് പല മശായിഖന്മാരുടെയും ഇബാറത്തിൽ ഉണ്ട്. പ്രസ്തുത പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായ അബ്ദുൽ ഗഫൂർ അൻവരിയും സമസ്തയുടെ 42 കൊല്ലത്തെ നിലപാടിന് വിരുദ്ധമായി ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. മഅയ്യത്തു ദാത്തിയ എന്ന പ്രയോഗങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പല കിതാബുകളിലും ഉണ്ട്. മഅയ്യത്തു ദാത്തിയ എന്ന പ്രയോഗങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പല കിതാബുകളിലും വന്നിട്ടുണ്ട്. മഅയ്യത്തു ദാത്തിയ എന്ന പ്രയോഗങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പല കിതാബുകളിലും വന്നിട്ടുണ്ട്. ഇതേ പരിപാടിയിലെ സംശയ നിവാരണത്തിനുള്ള അവസരത്തിൽ സദസ്സിൽ നിന്ന് വന്ന ഒരേ ഒരു ചോദ്യം ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഇതുവരെ ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് ദാത്തിയായ മഅയ്യത്ത് ഒരു കിതാബ് കൊണ്ടും തഫ്സീർ കൊണ്ടും തെളിയിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയല്ലേ ഉസ്താദ് പറഞ്ഞത്? അതുതന്നെയല്ലേ ഉസ്താദിന്റെ വിശ്വാസം? ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു കിതാബുകളിലും ഒരു തഫ്സീറുകളിലും മഅയ്യത്ത് ദാത്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, അതാണോ നിങ്ങളുടെ വിശ്വാസം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ആണ് അല്ലെങ്കിൽ അല്ല എന്നു മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. അതിനു പകരം ഈ ചോദ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ച മുസ്ലിയാരെ വിടാതെ ഇതേ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ 42 വർഷമായി പ്രസംഗങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും സമസ്ത നിരന്തരം നിഷേധിച്ചുകൊണ്ടിരുന്ന മഅയ്യത്തു ദാത്തിനെ സമ്മതിക്കേണ്ടി വരികയായിരുന്നു. ചോദ്യകർത്താവിന്റെ നിരന്തര ചോദ്യത്തിനൊടുവിൽ മഅയ്യത്തു ദാത്ത് സമ്മതിക്കേണ്ടി വന്ന മുസ്ലിയാക്കന്മാർ
നൂരിഷാ ത്വരീഖത്തുകാർ പറയുന്ന മഅയ്യത്തുദാത്ത് ഹുലൂലും ഇത്തിഹാദും ഉള്ളതാണ് എന്നു പറഞ്ഞ് രക്ഷപ്പെടാൻ സമസ്ത ഉപയോഗിക്കുന്ന സ്ഥിരം അടവ് പയറ്റി സദസ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പൂർവ്വ സൂഫിയാക്കൾ ദാത്തിയായ മഅയ്യത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന നൂരിഷാ തങ്ങളും ദാത്തിയായ മഅയ്യത്തിനെ വിവരിച്ചത്. തങ്ങളുടെ സ്വന്തം കൃതിയായ അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 71-ാമത്തെ പേജ് നമുക്കൊന്ന് നോക്കാം. अल्लाह ताला अर्श पर हो या फर्श पर उनकी जात में कोई तगय्युर नहीं, वो अर्श पर भी ऐसे ही है जैसे फर्श पर. अल्लाह ताला को हुलूलो इत्तिहाद, कैफियत, कमियत, जिद्दो निद और तअस्सुर से ताल्लुक नहीं. ये सब लवाजिम बशरी है, खालिक़े बशर इससे मुस्तस्ना है. പ്രസ്തുത ഗ്രന്ഥത്തിന്റെ പരിഭാഷ നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു തആല അർശിലോ ഫർശിലോ ആവട്ടെ അവന്റെ ദാത്തിൽ ഒരു മാറ്റവുമില്ല. അവൻ അർശിൽ എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഫർശിലുമുള്ളത്. ഹുലൂൽ, ഇത്തിഹാദ്, കൈഫിയത്ത്, കമിയത്ത്, ളിദ്, നിദ്, തഅസ്സുർ മുതലായവയുമായൊന്നും അല്ലാഹു തആലാക്ക് ഒരു ബന്ധവുമില്ല. ഇവയെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ടവയാണ്. നമ്മുടെ സൃഷ്ടാവ് ഇവയിൽ നിന്നെല്ലാം ഒഴിവായവനുമാണ്. അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് പേജ് 71. മശായിഖന്മാരും സൂഫിയാക്കളും വിവരിച്ച മഅയ്യത്തിനെ നിർബന്ധിതനായി അംഗീകരിക്കേണ്ടി വന്ന മുസ്ലിയാർ മഅയ്യത്തുദാത്തിനെ സദസ്സിന് മനസ്സിലാക്കി കൊടുക്കുന്നത് അതിലേറെ വിചിത്രമാണ്. മുസ്ലിയാർ വിവരിക്കുന്നതെന്ന് നോക്കൂ. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാവുക, ദാത്ത് എന്നാൽ തടി എന്നു തന്നെ അർത്ഥം വരുന്ന അള്ളാഹുവിന്റെ ദാത്ത്. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാവുക, ദാത്ത് എന്നാൽ അല്ലാഹു തന്റെ ദാത്തിന് തടി എന്നുള്ള അർത്ഥം കൊടുക്കുന്നുണ്ട്. അല്ലാഹു തന്റെ ദാത്ത് മഅയ്യത്തുദാത്ത് സംബന്ധമായി സമസ്തയുടെ ആദർശമായി സദസ്യർക്ക് മനസ്സിലാക്കി കൊടുത്തത് അള്ളാഹുവിന് തടിയുണ്ടെന്ന മുജസ്സിമിയാക്കളുടെ പിഴച്ച വിശ്വാസമാണ് താനും. ഒന്നുകൂടെ കേൾക്കാം. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാവുക, ദാത്ത് എന്നാൽ അല്ലാഹു തന്റെ ദാത്തിന് തടി എന്നുള്ള അർത്ഥം കൊടുക്കുന്നുണ്ട്. അല്ലാഹു തന്റെ ദാത്ത് പിഴച്ച വിഭാഗമായ മുജസ്സിമിയത്തിനെ പണ്ടുമുതലേ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാർ നഖശിഖാന്തം എതിർക്കുകയും കുഫ്രിയത്താണെന്നുവരെ ഫത്വ നൽകുകയും ചെയ്തത് ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ നൂരിഷാ ത്വരീഖത്തിന്റെ പിഴവുകൾ നിരത്താനും സമസ്തയുടെ ആദർശം വിശദീകരിക്കാനും എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ സമസ്ത മലർന്നു കിടന്നു തുപ്പുകയായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ആദർശം പോലും വിശദീകരിക്കാൻ കഴിയാതെ കുഴങ്ങുകയായിരുന്നുവെന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് വ്യക്തമാണ്. സംശയ നിവാരണ വേളയിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം മറുചോദ്യം ഉന്നയിച്ച് തടി തപ്പാൻ നോക്കിയ പ്രഭാഷകൻ യുവാക്കളെ ആവേശം കൊള്ളിച്ച് തക്ബീർ ചൊല്ലിപ്പിക്കുന്നതിലായിരുന്നു താൽപര്യം കാണിച്ചത്. മഅയ്യത്ത് ദാത്തിയ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അൽ ബുർഹാനിലെ എഡിറ്റിംഗ് പിശക് ഉയർത്തിക്കാട്ടി പ്രധാന വിഷയത്തിൽ നിന്ന് തെന്നി മണിക്കൂറുകൾ തള്ളി നീക്കുകയായിരുന്നു പ്രഭാഷകൻ. രംഗം വഷളായപ്പോൾ സദസ്സിന്റെ ഉത്തരവാദിത്തമുള്ള അധ്യക്ഷൻ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം ഇരുതിയിൽ എണ്ണയൊഴിക്കാനാണ് ശ്രമിച്ചത്. മഅയ്യത്തുദാത്ത് അംഗീകരിച്ചതോടുകൂടി രണ്ടാമതൊരു ചോദ്യത്തിന് അവസരം നൽകാതെ സംവാദത്തിന് തയ്യാറാണോ എന്ന വേദിയിലെ മുസ്ലിയാക്കന്മാരുടെ ചോദ്യത്തിന് ഈ വേദിയിലെ ഇന്നത്തെ ചർച്ചയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വിഷയങ്ങൾ ഓരോന്നായി ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും സുബഹി വരെ ഇരിക്കാമെന്നും പറഞ്ഞപ്പോൾ പിന്നീടാക്കാമെന്നും സമയം 1 മണിയായെന്നും പറഞ്ഞ് പിരിച്ചുവിടുകയായിരുന്നു. അപ്പോൾ സമയം 11 മണിയായിരുന്നു.